കുടുംബ പ്രേക്ഷകരും യുവ പ്രേക്ഷകരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അഭിനേത്രിയാണ് കാവ്യ മാധവൻ. ചെറുപ്പം മുതൽ അഭിനയ രംഗത്ത് വളരെ സജീവമായ താരം ദിലീപുമായുള്ള വിവാഹത്തോടെയാണ് അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തത്. ദിലീപിന്റെയും കാവ്യയുടെയും കുടുംബവിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ആരാധകരിലേക്ക് എത്തുന്നത്. ഭർത്താവിനും മകൾക്കുമൊപ്പം ചെന്നൈയിലാണിപ്പോൾ കാവ്യയുടെ താമസം. ദിലീപുമായി നടന്ന കാവ്യയുടെ രണ്ടാം വിവാഹമാണ്. അതിനു മുമ്പ് 2009 നിശാൽ ചന്ദ്രനുമായി കാവ്യയുടെ വിവാഹം നടന്നിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ താരവിവാഹങ്ങളിൽ ഒന്നായിട്ടാണ് കാവ്യയുടെയും നിശാൽ ചന്ദ്രയുടെയും വിവാഹം നടന്നത്. എന്നാൽ ഇരുവരുടെയും ദാമ്പത്യത്തിന് അധികകാലം ആയുസുണ്ടായിരുന്നില്ല. മാസങ്ങൾക്കുള്ളിൽ അസ്വാരസ്യങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞു. തന്നെ പീഡിപ്പിച്ചു എന്ന് ആരോപിച്ച നിശാലിനും കുടുംബത്തിനുമെതിരെ കാവ്യ കുടുംബ കോടതിയിൽ കേസ് നൽകുകയും ചെയ്തിരുന്നു. ഉഭയസമ്മതപ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടാണ് ഇരുവരും കോടതിയെ സമീപിച്ചത്. വൈകാതെ രണ്ടുപേരും വിവാഹമോചനം നേടുകയും ചെയ്തു. നിശാൽ പിന്നീട് വിവാഹിതനായി. അതേസമയം ഇപ്പോഴിതാ വിവാഹമോചനത്തിന് ശേഷം സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയപ്പോൾ കാവ്യ നൽകിയ ഒരു അഭിമുഖത്തിന്റെ വീഡിയോയാണ് വീണ്ടും വൈറലായി മാറുന്നത്. ജീവിതത്തിൽ വളരെ മോശമായ ചില സംഭവങ്ങൾ നടന്ന ശേഷമാണ് താൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് തിരിച്ചറിഞ്ഞതെന്നാണ് കാവ്യ പഴയ വീഡിയോയിൽ പറഞ്ഞത്. കുഴപ്പം പിടിച്ച ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതൊരു വലിയ പോരായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു കാലഘട്ടത്തിലാണ്. ഒരുപാട് ആളുകൾ വർഷങ്ങളോളമൊക്കെ സഹിക്കുമ്പോൾ കുറച്ചു മാസങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിൽ അങ്ങനൊരു ഘട്ടം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഉള്ളുകൊണ്ട് സ്ട്രോങ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന സാഹചര്യം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഫേസ് ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഞാൻ എത്രമാത്രം സ്ട്രോങ് ആണെന്നും എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ദൈവം തന്നൊരു ധൈര്യം അവിടെ വെച്ചാണ് നമുക്ക് സ്വയം മനസ്സിലാവുക എന്ന സമയം. അതിനുശേഷം മാറ്റങ്ങൾ ഉണ്ടായി. ഞാൻ കുറച്ചുകൂടി മെച്ചൂർഡായി ചിന്തിക്കാൻ തുടങ്ങി. നേരത്തെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്. മുമ്പ് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടാൽ അത് നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. വേണ്ടെന്ന് തോന്നിയാൽ നോ പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് പറ്റുന്നുണ്ട്. ആളുകളെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അനുഭവങ്ങളാണല്ലോ മനുഷ്യനെ മാറ്റുന്നത്. ക്രിട്ടിക്കൽ അനുഭവങ്ങളൊന്നും മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നും ഒറ്റയ്ക്ക് ഫേസ് ചെയ്തിട്ടുമില്ല. എല്ലാത്തിനും ഇളവും വലവും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഒരു പ്രശ്നവും എന്നിലേക്ക് എത്താൻ അവർ സമ്മതിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കാര്യപ്രാപ്തിയും ഉണ്ടായിരുന്നില്ല. ഫംഗ്ഷൻ ഇടേണ്ട ഡ്രസ്സ് പോലും അമ്മയാണ് സെലക്ട് ചെയ്തിരുന്നത് എന്നാണ് കാവ്യ പറഞ്ഞത്. ദിലീപിനെ വിവാഹം ചെയ്തതിന്റെ പേരിൽ 8 വർഷം പിന്നിട്ടിട്ടും സൈബർ ആക്രമണം നേരിടുകയാണ് കാവ്യ. കേസും വിവാദങ്ങളും കെട്ടടങ്ങിയ ശേഷം 1 വർഷം മുമ്പ് മുതലാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയതും ദിലീപിനൊപ്പം പൊതുചടങ്ങുകളിൽ സെലിബ്രിറ്റി ഫംഗ്ഷനുകളിലും പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയതും.